ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് ആഴ്ചയിലൊരിക്കൽ വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിയുടെ പൂർണ്ണ കടാക്ഷം നമുക്ക് ലഭിക്കാനും നമ്മുടെ വീട്ടിൽ ധനവരവുണ്ടാവാനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയിട്ട് ലക്ഷ്മി ദേവിയുടെ ഒരു മന്ത്രം ചൊല്ലേണ്ടുന്ന രീതിയെക്കുറിച്ചാണ്. ആഴ്ചയിലൊരിക്കൽ മാത്രം നിങ്ങളിത് ചെയ്താൽ മതിയാവും. അതുവഴി നമ്മുടെ വീട്ടിലോട്ട് സകലവിധ നന്മകളും വന്നു ചേരും. ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നാളെ യോഗിനി ഏകാദശിയാണ്. മഞ്ഞൾ കൊണ്ടുള്ളൊരു പരിഹാരം, അതേപോലെ തന്നെ കർക്കിടകം വരുന്നതിന് മുൻപ് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ, ഈ 2 വീഡിയോസും ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ പോയി കണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതേപോലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലോട്ട് ധനവരവ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയാണിത്. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ ഒരുപാട് പേർക്ക് അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ മൂലം, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ സമയക്കുറവ് മൂലമൊക്കെ ചെയ്യാൻ പറ്റാതെ പോവാറുണ്ട് വെള്ളിയാഴ്ച ലക്ഷ്മി പൂജകൾ. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള റെമഡികൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണമെന്ന് മിക്കവരും ചോദിക്കാറുമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചത്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭരണി നക്ഷത്രവും വെള്ളിയാഴ്ചയും, ശുക്രഭഗവാന്റെ നക്ഷത്രമായ ഭരണിയും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്നിരിക്കുന്ന ഈ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസം കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇന്നിത് തുടങ്ങി വെക്കാവുന്നതുമാണ്. ഈ ഒരു റെമഡി വെള്ളിയാഴ്ച ദിവസം സന്ധ്യയ്ക്ക് 5:30 ശേഷം രാത്രി 9:30 എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ചെയ്താൽ മതി. രാവിലെ ചെയ്യുന്നതിൽ തെറ്റുകളൊന്നുമില്ല. പക്ഷേ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് ശേഷമാണ് കൂടുതലായിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് രാത്രിയിൽ 8 to 9 വരുന്ന ശുക്രഹോര സമയത്ത്. അതുകൊണ്ടാണ് നമ്മൾ ലക്ഷ്മി പൂജകളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് 5:30 ശേഷം എന്ന് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് ഗോധുളി മുഹൂർത്തം എന്ന് പറയുന്ന മേയാൻ വിട്ട പശുക്കൾ തിരിച്ചു വരുന്ന ആ ഒരു സമയം വളരെ ഓസ്പീഷ്യസ് ആണിതിന്. അത് പലപ്പോഴും നമ്മുടെ നാട്ടിലെ സൂര്യ അസ്തമയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക സമയമൊന്നും പറയാനായിട്ട് പറ്റില്ല. പക്ഷേ 5:30 ശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ 9:30 ഏതൊരു സമയത്തും നിങ്ങൾക്ക് ഈ ഒരു ദീപം കൊളുത്തി ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ദീപമെന്ന് കേട്ട് ആരും ടെൻഷനൊന്നും അടിക്കേണ്ട. വളരെ സിമ്പിളായിട്ടുള്ളൊരു ദീപമാണ്. അതായത് 2 രീതിയിൽ നമുക്കിത് കൊളുത്താം. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചിലപ്പം ഗജലക്ഷ്മി വിളക്ക് അല്ലെങ്കിൽ അഷ്ടലക്ഷ്മി വിളക്കുണ്ടാവും. ഗജലക്ഷ്മി എന്ന് പറഞ്ഞാൽ 2 സൈഡിലും തുമ്പിക്കൈ ഉയർത്തി നിൽക്കുന്ന ആന, അതിന് നടുക്ക് മഹാലക്ഷ്മി ദേവി താമരയിലിരിക്കുന്നത്. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് അഷ്ടലക്ഷ്മി വിളക്കാണ്. എൻ്റെ അടുത്തുള്ളത് ഈ വിളക്കാണ്. ഈ 2-ൽ ഏത് വിളക്കുണ്ടെങ്കിലും എടുക്കാം. കാമാക്ഷി വിളക്കുണ്ടാവും ചിലരുടെ അടുത്ത്, അത് എടുക്കണ്ട. ഒന്നെങ്കിൽ ഗജലക്ഷ്മി വിളക്ക് അല്ലെങ്കിൽ അഷ്ടലക്ഷ്മി വിളക്ക്. ഈ വിളക്കിൽ ഞാൻ ഈ തൊട്ടിരിക്കുന്നത് പോലെ പൊട്ടൊക്കെ തൊടാൻ താല്പര്യമുള്ളവർക്ക് അതൊക്കെ തൊടാവുന്നതാണ്. ശേഷം പൂക്കൾ കൊണ്ട്, അതായത് ഈ ഗജലക്ഷ്മി വിളക്ക്, അഷ്ടലക്ഷ്മി വിളക്ക്, അതേപോലെ തന്നെ കാമാക്ഷി വിളക്ക് എന്നൊക്കെ പറയുന്നത് സാക്ഷാ ലക്ഷ്മി ദേവി അല്ലെങ്കിൽ കാമാക്ഷി ദേവി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോയിൽ പൂവൊക്കെ ഇട്ട് അലങ്കരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ വിളക്കിലും പൂവൊക്കെ ഇട്ട് അലങ്കരിക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ വിളക്കിലോട്ട് നെയ്യ് ഒഴിക്കണം. നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് കിട്ടുമെങ്കിൽ അത് തന്നെ ഒഴിക്കാം. അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ സാധാരണ വിളക്ക് കൊളുത്താൻ ഏത് നെയ്യാണോ ഉപയോഗിക്കുന്നത് അതൊഴിച്ചാൽ മതിയാവും. അതൊഴിച്ചിട്ട് സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു ഗജലക്ഷ്മി, അഷ്ടലക്ഷ്മി, കാമാക്ഷി വിളക്കിലൊക്കെ 2 തിരികൾ ഒന്നാക്കി ചേർത്താണ് ഇടുന്നത്. ഇവിടെയും അതേ രീതി തന്നെ ഫോളോ ചെയ്യണം. പക്ഷേ ഒരു തിരി യെല്ലോ കളറിലെയും ഒരു തിരി റെഡ് കളറിലെയുമാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ഞാനിവിടെ കാണിച്ചിട്ടുള്ള ഈ തിരി നിങ്ങൾ കണ്ടോ? അതായത് ഇതിന് കലാവ എന്നാണ് പറയുന്നത്. ഈ മുംബൈയിലൊക്കെ താമസിക്കുന്നവർക്ക്, മഹാരാഷ്ട്ര, പൂന ഒക്കെ താമസിക്കുന്നവർക്ക് അറിയാം, ഇത് വളരെ ഫേമസ് ആണ്. മാർവാടി കയർ എന്നാണ് ഇത് പറയുന്നത്. ഫേമസുമാണ്, പവർഫുള്ളുമാണ്. അപ്പം ഇത് നമുക്ക് ഓൺലൈൻ സൈറ്റ്സിലൊക്കെ കിട്ടും. മീഷോയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മിന്ത്രയിലും എന്ന് വേണ്ട എല്ലായിടത്തും ഉണ്ട്.
അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്കിത് മേടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മേടിക്കാം. ഇനി ഓൺലൈനായിട്ട് ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല എന്നുള്ളവർ മഞ്ഞൾ വെള്ളത്തിൽ തുണി മുക്കിയെടുത്ത് അത് ഉണക്കിയെടുത്ത് തിരിയാക്കാം. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള തിരി മഞ്ഞൾപ്പൊടിയിലോ കുങ്കുമത്തിലോ ഇട്ട് മുക്കിയെടുത്ത് അത് യൂസ് ചെയ്താലും മതിയാവും. ഇനി അങ്ങനല്ല, നിങ്ങൾ കടകളിൽ നിന്ന് മേടിക്കുന്ന യെല്ലോ കളറിലെയും റെഡ് കളറിലെയും സെപ്പറേറ്റ് ആയിട്ടുള്ള തിരികൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൂട്ടി യോജിപ്പിച്ചാലും മതിയാവും. അത് ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്കെടുക്കാം. പക്ഷേ യെല്ലോ കളറിലെയും റെഡ് കളറിലെയും തിരി ഇവിടെ വേണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തിരി നമ്മൾ ഒന്നാക്കി കൂട്ടി എടുക്കണം. എടുത്തതിന് ശേഷം നമ്മളത് നെയ്യിൽ മുക്കി ആ ദീപം നമ്മൾ കൊളുത്തണം. ദീപത്തിൻ്റെ ഫേസ് വടക്കോട്ടായിരിക്കണം, കിഴക്കോട്ടല്ല, വടക്കോട്ട് വേണം നമ്മൾ ഈ ഒരു ദീപം കൊളുത്തി വെക്കാൻ. ഇനിയിപ്പം ഈ ഒരു ഗജലക്ഷ്മി വിളക്ക്, അഷ്ടലക്ഷ്മി വിളക്ക് ഇല്ലാത്തവർ ഒരു ചെറിയ മൺവിളക്ക് എടുത്താൽ മതിയാവും. അതുള്ളവർ അത് തന്നെ എടുത്തോളൂ എന്നുള്ളതേ ഉള്ളൂ. അതില്ലാത്തവർക്ക് ഈ പറഞ്ഞ പോലെ മൺവിളക്ക് മതിയാവും. അതേപോലെ നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിനു മുൻപിലായിട്ട് നമുക്ക് ഈ ഒരു ദീപം വടക്കോട്ട് ഫേസ് ചെയ്ത് കൊളുത്തി വെക്കാം. കൊളുത്തി വെച്ചതിന് ശേഷം നമ്മൾ അതിലോട്ട് ഒരല്പം പച്ചക്കർപ്പൂരവും ഏലക്കായും കൂടി പൊടിച്ചത് കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ വളരെ നല്ലതാണ്. കാരണം ധനത്തെ അട്രാക്റ്റ് ചെയ്യുന്ന മഹാലക്ഷ്മി വശ്യമുള്ള വസ്തുക്കളാണ് ഇവയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഏലക്കായും പച്ചക്കർപ്പൂരവും കൂടി ഓൾറെഡി പൊടിച്ച് വെക്കാം. ഇതിപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കൊളുത്തുന്നത് കൊണ്ട് നമ്മളത് അപ്പോൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ദീപം കൊളുത്തിയതിന് ശേഷം വേണം നമ്മൾ ഇതിലോട്ട് ഈ ഒരു ഏലക്ക പച്ചക്കർപ്പൂരം പൊടി ഇടാൻ വേണ്ടിയിട്ട്. അതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ആ ദീപത്തിന് മുൻപിലിരുന്ന് 108 പ്രാവശ്യമാണ് ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലേണ്ടത്. ഇത് ധനാകർഷണത്തിന്, നമ്മുടെ വീട്ടിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ്. ഈ മന്ത്രം നമ്മൾ വളരെയധികം ശ്രദ്ധയോടും കെയർഫുള്ളായിട്ടും തന്നെ ജപിക്കണം. ഈ മന്ത്രം ജപിച്ച് മറ്റൊന്നും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. ധനധാന്യ സമ്പൽ സമൃദ്ധി എൻ്റെ കുടുംബത്തിൽ ഉണ്ടാക്കി തരണമെന്ന് മാത്രം മഹാലക്ഷ്മിയോട് പ്രാർത്ഥിച്ചാൽ മതിയാവും. ഇത് എല്ലാ ആഴ്ചയിലും, എല്ലാ വെള്ളിയാഴ്ചയിലും നമ്മളിത് മുടങ്ങാതെ ചൊല്ലണം. ഇത് രാത്രിയിൽ 8 മുതൽ 9 മണി വരെ വരുന്ന ആ ഒരു ശുക്രഹോര സമയത്ത് ചൊല്ലാൻ പറ്റുമെങ്കിൽ അപ്പോൾ ചൊല്ലിക്കോളൂ. ഞാൻ പറഞ്ഞതുപോലെ ഇതിന് ഇന്ന സമയം എന്നൊന്നില്ല. പക്ഷേ സന്ധ്യയ്ക്ക് 5:30 മുതൽ രാത്രി 9:30 വരെയുള്ള ആ ഒരു സമയം വളരെ നല്ലതായതുകൊണ്ടാണ് ആ ഒരു സമയത്ത് ചൊല്ലാനായിട്ട് പറഞ്ഞത്. ഇത് നമുക്ക് ഇത്ര ദിവസം അങ്ങനെയുള്ള കണക്കുകളുമില്ല. നിങ്ങൾക്ക് എത്ര നാൾ ധനം വേണം, നമ്മുടെ വീട് എത്ര നാൾ സന്തോഷമായിട്ടിരിക്കണം, അത്രയും നാൾ നമ്മളിത് ചൊല്ലുക എന്നുള്ളതാണ്. 108 പ്രാവശ്യം തന്നെ ചൊല്ലണം. നമ്മുടെ കയ്യിൽ താമരമണി മാലയുടെ വിത്തുകൾ കൊണ്ടുള്ള ആ ഒരു ജപമാലയുണ്ടെങ്കിൽ അതുപയോഗിക്കാം. സ്ഫടികമാലയുണ്ടെങ്കിൽ അതുപയോഗിക്കാം. ഈ ലക്ഷ്മി മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പം സ്ഫടികമാല അങ്ങനെ അല്ലെങ്കിൽ താമര വിത്ത് കൊണ്ടുള്ള മാലയൊക്കെ ഉപയോഗിച്ച് ചൊല്ലുന്നത് വളരെ നല്ലതാണ്. കാരണം അത് രണ്ടും ലക്ഷ്മി ദേവിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുക്കളായതുകൊണ്ടാണ്. അങ്ങനെയല്ല 108 താമര വിത്തുകൾ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ടാണെങ്കിൽ നമുക്ക് ചൊല്ലാം. ഇതൊന്നും കയ്യിലില്ലാത്തവർ 108 എന്നുള്ള കൗണ്ടിങ്ങിനും നിങ്ങളെക്കൊണ്ട് എന്താണോ പറ്റുന്നത് അതെടുത്താൽ മതിയാവും. ചിലപ്പോൾ ചിലരുടെ വീട്ടിൽ മുല്ലപ്പൂവും റോസാപ്പൂവൊക്കെ ഒരുപാടുണ്ടെങ്കിൽ അത് നമ്മൾ ഓൾറെഡി ആദ്യം തന്നെ 108 കൗണ്ടായിട്ട് എണ്ണി വെച്ചിട്ട് ഓരോ മന്ത്രം ചൊല്ലുമ്പോഴും അത് ആ വിളക്കിന് സമർപ്പിച്ചാലും മതിയാവും. ഇതൊന്നുമില്ലെങ്കിലും 108 പ്രാവശ്യം ഈ ഒരു മന്ത്രം നമ്മൾ ഈ രീതിയിൽ 108 പ്രാവശ്യം ജപിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ഇനി മന്ത്രം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ എഴുതിയും കാണിച്ചിട്ടുണ്ട്. ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയേ പ്രസീദ പ്രസീദ ശ്രീം ഹ്രീം ശ്രീം ഓം മഹാലക്ഷ്മിയൈ നമഃ. ഇതിനു മുൻപും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണിത്. അപ്പം മന്ത്രം ഇതാണ്. ഈ ഒരു മന്ത്രം വളരെ പതിയെ നമ്മൾ ലക്ഷ്മി ദേവിക്ക് മുൻപിൽ ജപിക്കുക. ജപശേഷം അമ്മയോട് നമ്മൾ നമ്മുടെ ആഗ്രഹം, അതായത് ധനധാന്യ സമ്പൽ സമൃദ്ധി തരണമെന്ന് പ്രാർത്ഥിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ആ ദീപം താനേ അണഞ്ഞു കൊള്ളട്ടെ, നമ്മളായിട്ട് അണയ്ക്കേണ്ട. അതായത് ഏറ്റവും കുറഞ്ഞത് ഒരു 24 മിനിറ്റ് സമയം, അത്രയും ആ ദീപം കത്തി നിന്നാൽ മതിയാവും. അതിൽ കൂടുതൽ കത്തി നിൽക്കേണ്ടെന്ന് ആവശ്യകതയും ഇല്ല. അതിനനുസരിച്ചുള്ള നെയ്യ് നമ്മൾ ആ വിളക്കിൽ ഒഴിച്ചാൽ മതിയാവും. ഇത് നമ്മളെല്ലാ ആഴ്ചയിലും നിങ്ങളിത് ചെയ്തു നോക്കൂ. തീർച്ചയായും ധനവരവിലുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക്
ഭയങ്കരമായിട്ട് തന്നെ മനസ്സിലാവുന്നൊരു കാര്യമാണ്. ലക്ഷ്മി പൂജകൾ എല്ലാ വെള്ളിയാഴ്ചയിലും ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല പവർഫുൾ ആയിട്ടുള്ള റെമഡിയാണ്. അതേപോലെ തന്നെ കർത്തവാവ് അമാവാസി തിഥികൾ വരുമല്ലോ, ആ ദിവസവും നിങ്ങൾക്ക് ഇതേ കാര്യം തന്നെ അന്ന് സന്ധ്യ, അതായത് കർത്തവാവും പൗർണമിയും സന്ധ്യയ്ക്ക് വരുന്ന ദിവസം നിങ്ങൾക്ക് അന്നത്തെ ദിവസവും ഇത് മഹാലക്ഷ്മി ദേവിക്ക് മുൻപിൽ ഇതേ പ്രൊസീജിയറായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം. ഫലം കിട്ടിയാൽ തീർച്ചയായിട്ടും കമൻറ്റും ചെയ്യണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.